സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ BR ആക്ടിലെ ഏതാനും വ്യവസ്ഥകൾ സഹകരണ സ്ഥാപനങ്ങൾക്കു കൂടി ബാധകമാക്കിക്കൊണ്ട് 1966 മാർച്ച് 1 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. ഇത് BR ആക്ട് ഈസ് ആപ്ലിക്കബിൾ ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. BR ആക്ടിലെ പ്രധാന വകുപ്പുകൾ. വകുപ്പ് 5B അനുസരിച്ച് ബാങ്കിങ്ങിനെ ഇപ്രകാരം നിർവചിച്ചിരിക്കുന്നു: ആവശ്യപ്പെടുമ്പോഴോ മറ്റു വിധത്തിലോ തിരികെ നൽകേണ്ടതും ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ എന്നിവ മൂലമോ മറ്റു വിധത്തിലോ പിൻവലിക്കാവുന്നതും വായ്പ നൽകുന്നതിനു വേണ്ടിയോ മുതൽ മുടക്കുന്നതിനു വേണ്ടിയോ പൊതുജനങ്ങളിൽ നിന്നും പണം നിക്ഷേപമായി സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ബാങ്കിംഗ്. അതായത് വകുപ്പ് 5C ബാങ്കിംഗ് കമ്പനി എന്നാൽ ഇന്ത്യയിൽ ബാങ്കിംഗ് ബിസിനസ് നടത്തുന്ന കമ്പനി എന്നർത്ഥമാക്കുന്നു. വകുപ്പ് 6 സഹകരണ ബാങ്കുകൾക്ക് ചെയ്യാവുന്ന ബാങ്കിംഗ് ബിസിനസ്സുകളെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. വകുപ്പ് 7 ബാങ്ക്, ബാങ്കർ, ബാങ്കിംഗ് എന്നീ പദങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. BR ആക്ടിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന നിശ്ചിത യോഗ്യതകൾ നേടിയിട്ടുള്ള ഒരു സഹകരണ സംഘത്തിന് മാത്രമേ പേരിനൊപ്പം ബാങ്ക് എന്ന പദം ഉപയോഗിക്കുവാൻ പാടുള്ളൂ. അതായത് വകുപ്പ് 7 ബാങ്ക്, ബാങ്കർ, ബാങ്കിംഗ് എന്നീ പദങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. വകുപ്പ് 8 വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിന്നും സഹകരണ ബാങ്കിനെ വിലക്കിയിരിക്കുന്നു. അതിനാലാണ് അർബൻ ബാങ്കുകൾക്ക് ചിട്ടി നടത്തുവാനോ പ്രൊവിഷൻ, സ്റ്റേഷനറി തുടങ്ങിയ സ്റ്റോറുകൾ നടത്തുവാനോ അനുവാദമില്ലാത്തത്. അതായത് വകുപ്പ് 8 പ്രകാരം ബാങ്കുകൾ വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തുന്നത് വിലക്കിയിരിക്കുന്നു. അതിനാൽ അർബൻ ബാങ്കുകൾക്ക് ചിട്ടിയോ സ്റ്റേഷനറി സ്റ്റോറുകളോ നടത്താൻ അനുവാദമില്ല. വകുപ്പ് 9 ബാങ്കിന്റെ സ്വന്തം ഉപയോഗത്തിനല്ലാതെ മറ്റ് സ്ഥാവര സ്വത്തുക്കൾ കൈവശം വയ്ക്കുവാൻ പാടില്ല. മേൽപ്രകാരമല്ലാതെ സ്ഥാവര വസ്തുക്കൾ ബാങ്കിന്റെ കൈവശം വന്നു ചേർന്നാൽ തീയതിക്ക് ശേഷം 7 വർഷത്തിനകമായത് കൈമാറ്റം ചെയ്തിരിക്കണം. നിശ്ചിത കാലയളവിനകം മേൽപ്രകാരം കൈമാറ്റം ചെയ്യാൻ സാധിക്കാതെ വന്നാൽ സമയപരിധി നീട്ടിക്കിട്ടുന്നതിന് റിസർവ് ബാങ്കിൽ നിന്നും മുൻകൂർ അനുവാദം വാങ്ങിയിരിക്കണം. അതായത് വകുപ്പ് 9 പ്രകാരം ബാങ്കിന്റെ സ്വന്തം ഉപയോഗത്തിനല്ലാതെ മറ്റ് സ്ഥാവര സ്വത്തുക്കൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കൈവശം വയ്ക്കാൻ പാടില്ല. അത്തരം സ്വത്തുക്കൾ ലഭിച്ചാൽ 7 വർഷത്തിനകം കൈമാറ്റം ചെയ്യണം. വകുപ്പ് 11 അടച്ചുതീർത്ത ഓഹരി മൂലധനത്തിന്റെയും കരുതൽ ധനത്തിന്റെയും മൂല്യം 1,00,000 രൂപയിൽ കുറവാണെങ്കിൽ ഒരു സഹകരണ ബാങ്കിനും ഇന്ത്യയിൽ ബാങ്കിംഗ് ബിസിനസ് ആരംഭിക്കുവാനോ തുടരുവാനോ കഴിയില്ല. വകുപ്പ് 11 ഓഹരി മൂലധനവും കരുതൽ ധനവും ചേർന്ന് 1,00,000 രൂപയിൽ കുറവാണെങ്കിൽ ബാങ്കിംഗ് ബിസിനസ് നടത്താൻ കഴിയില്ല. വകുപ്പ് 14A ഒരു സഹകരണ ബാങ്കിലെ നിക്ഷേപകരുടെ താൽപര്യങ്ങൾക്ക് ഹാനികരമാവുകയില്ലെന്നു. റിസർവ് ബാങ്കിൽ നിന്നും രേഖാമൂലം സർട്ടിഫിക്കറ്റ് നേടിയ ശേഷം മാത്രമേ ആ സഹകരണ സംഘം അതിന്റെ വസ്തുക്കളിന്മേൽ ഫ്ലോട്ടിംഗ് ചാർജ് സൃഷ്ടിക്കുവാൻ പാടുള്ളൂ. അതായത് വകുപ്പ് 14A എന്നാൽ വസ്തുക്കളിൽ ഫ്ലോട്ടിംഗ് ചാർജ് സൃഷ്ടിക്കുന്നതിന് മുൻപ് RBIയിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം. വകുപ്പ് 18 സഹകരണ ബാങ്കുകൾ അതിന്റെ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റിയുടെ 3% കുറയാത്ത തുക ക്യാഷ് റിസർവായി സൂക്ഷിക്കേണ്ടതാണ്. വീണ്ടും ഒന്നുകൂടി പറയാം. വകുപ്പ് 18 ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റിയുടെ 3% ക്യാഷ് റിസർവ് അതായത് CRR ആയി സൂക്ഷിക്കണം. വകുപ്പ് 19 പ്രകാരം RBIയുടെ അനുവാദമില്ലാതെ മറ്റ് സഹകരണ സംഘങ്ങളിൽ ഓഹരി താൽപര്യം പാടില്ല. എന്നാൽ ഗവൺമെന്റ്, കേന്ദ്ര സഹകരണ ബാങ്കുകൾ, സംസ്ഥാന സഹകരണ ബാങ്ക് എന്നിവയിലെ ഓഹരി താൽപര്യത്തിന് നിയന്ത്രണമില്ല. വകുപ്പ് 19 പ്രകാരം RBI അനുവാദമില്ലാതെ മറ്റ് സഹകരണ സംഘങ്ങളിൽ ഓഹരി എടുക്കാൻ പാടില്ല. ഗവൺമെന്റ്, സെൻട്രൽ സ്റ്റേറ്റ് സഹകരണ ബാങ്കുകൾ ഒഴികെ. വകുപ്പ് 20 ഈ വകുപ്പ് പ്രകാരം
വായ്പകളിലും അഡ്വാൻസുകളിലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ബാങ്കുകളുടെ സ്വന്തം ഓഹരികളുടെ ജാമ്യത്തിൽ വായ്പകളോ അഡ്വാൻസുകളോ അനുവദിക്കാവുന്നതല്ല. സഹകരണ ബാങ്കുകളിലെ ഭരണസമിതി അംഗങ്ങൾക്ക് ജാമ്യമില്ലാതെയോ സുരക്ഷിതമല്ലാത്തതോ ആയ വായ്പകളോ അഡ്വാൻസുകളോ നൽകുവാൻ പാടില്ല. ഭരണസമിതി അംഗങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കോ അവർക്ക് താൽപ്പര്യമുള്ള സ്ഥാപനങ്ങൾക്കോ ബാങ്കിൽ നിന്നും വായ്പകൾ നൽകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതായത് വകുപ്പ് 20 പ്രകാരം സ്വന്തം ഓഹരികളുടെ ജാമ്യത്തിൽ വായ്പ നൽകാൻ പാടില്ല. ഭരണസമിതി അംഗങ്ങൾക്ക് ജാമ്യമില്ലാ വായ്പകൾ നൽകുന്നതിനും നിയന്ത്രണമുണ്ട്. വകുപ്പ് 21 സഹകരണ ബാങ്കുകളിൽ നിന്നും നൽകുന്ന വായ്പകൾക്കും അഡ്വാൻസുകൾക്കും വിവേചനപരമായ നിയന്ത്രണത്തിന് RBIക്ക് അധികാരം നൽകിയിരിക്കുന്നു. വീണ്ടും ഒന്നുകൂടി പറയാം. വകുപ്പ് 21 വായ്പകൾക്ക് വിവേചനപരമായ നിയന്ത്രണം ഏർപ്പെടുത്താൻ RBIക്ക് അധികാരമുണ്ട്. വകുപ്പ് 22 പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ബാങ്കിംഗ്. ബാങ്കിംഗ് പ്രവർത്തനങ്ങൾക്ക് സഹകരണ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്നും ലൈസൻസ് നേടിയിരിക്കണം എന്ന വ്യവസ്ഥയാണ് ഈ വകുപ്പിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പുതിയ ബാങ്കുകൾ ബാങ്കിംഗ് ബിസിനസ് ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ റിസർവ് ബാങ്കിൽ നിന്നും ലൈസൻസ് നേടിയിരിക്കണം. അതായത് വകുപ്പ് 22 പ്രകാരം ബാങ്കിംഗ് പ്രവർത്തനങ്ങൾക്ക് റിസർവ് ബാങ്കിൽ നിന്നും ലൈസൻസ് നിർബന്ധമാണ്. വകുപ്പ് 23 സഹകരണ ബാങ്കുകൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓഫീസ് മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിനോ പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നതിനോ RBIയുടെ മുൻകൂട്ടിയുള്ള അനുവാദം നേടിയിരിക്കേണ്ടതാണ്. അതായത് വകുപ്പ് 23 നിയമപ്രകാരം സഹകരണ ബാങ്കുകൾക്ക് ഓഫീസ് മാറ്റുന്നതിനോ പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നതിനോ RBIയുടെ മുൻകൂർ അനുവാദം വേണം. വകുപ്പ് 24 ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റിയുടെ നിശ്ചിത ശതമാനത്തിൽ കുറയാത്ത തുക ലിക്വിഡ് അസറ്റായി സൂക്ഷിച്ചിരിക്കണം. വകുപ്പ് 24 ലിക്വിഡ് അസറ്റ് സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. ഇത് SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നറിയപ്പെടുന്നു. വകുപ്പ് 26 10 വർഷത്തിലധികമായി ഇടപാടുകളൊന്നുമില്ലാത്ത അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ RBIക്ക് സമർപ്പിക്കേണ്ടതാണ്. വകുപ്പ് 26 10 വർഷമായി ഇടപാടില്ലാത്ത അക്കൗണ്ടുകളുടെ വിവരം RBIക്ക് നൽകുന്നതിനെക്കുറിച്ച് പറയുന്നു. വകുപ്പ് 27 ഈ വകുപ്പ് പ്രകാരം എല്ലാ ബാങ്കും ഓരോ മാസവും അവസാന വെള്ളിയാഴ്ച ദിവസത്തെ ആസ്തി ബാധ്യതകൾ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നിർദ്ദിഷ്ട ഫാറത്തിൽ റിസർവ് ബാങ്കിന് സമർപ്പിക്കണം. വകുപ്പ് 27 എല്ലാ മാസവും അവസാന വെള്ളിയാഴ്ചയിലെ ആസ്തി ബാധ്യത സ്റ്റേറ്റ്മെന്റ് RBIക്ക് സമർപ്പിക്കണം. വകുപ്പ് 28 ബാങ്കിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പൊതു താൽപര്യപ്രകാരം പരസ്യപ്പെടുത്തുവാൻ RBIക്ക് അധികാരമുണ്ടായിരിക്കും. വകുപ്പ് 29 31 ഓരോ ബാങ്കും മാർച്ച് 31-ാം തീയതിയിൽ അവസാനിക്കുന്ന വർഷത്തെ ലാഭനഷ്ട കണക്കും ബാലൻസ് ഷീറ്റും തയ്യാറാക്കി. സ്റ്റേറ്റ്മെന്റുകളുടെ പകർപ്പുകൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററുടെ റിപ്പോർട്ട് സഹിതം തീയതിക്ക് ശേഷം വരുന്ന സെപ്റ്റംബർ 30-നകം, അതായത് 6 മാസത്തിനകം റിസർവ് ബാങ്കിന് സമർപ്പിക്കണം. വകുപ്പ് 29 31 മാർച്ച് 31-ന് ബാലൻസ് ഷീറ്റും ലാഭനഷ്ട കണക്കും തയ്യാറാക്കി സെപ്റ്റംബർ 30-നകം RBIക്ക് സമർപ്പിക്കണം. വകുപ്പ് 35 സഹകരണ ബാങ്കുകളിൽ പരിശോധന നടത്തുന്നതിന് RBIക്ക് അധികാരമുണ്ടായിരിക്കും. വകുപ്പ് 35 ബാങ്കുകളിൽ പരിശോധന നടത്താൻ RBIക്ക് അധികാരമുണ്ട്. വകുപ്പ് 45 സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ബോധ്യപ്പെട്ടാൽ ബാങ്കിന്റെ പ്രവർത്തനം നിർത്തിവയ്ക്കുവാൻ ഗവൺമെന്റിനോട് RBI ശുപാർശ ചെയ്യാവുന്നതാണ്. വകുപ്പ് 45 ഗുരുതര ക്രമക്കേട് കണ്ടാൽ ബാങ്കിന്റെ പ്രവർത്തനം നിർത്താൻ RBIക്ക് ശുപാർശ ചെയ്യാം. വകുപ്പ് 45Y RBIയുമായി കൂടിയാലോചിച്ച് സഹകരണ ബാങ്കുകളുടെ ബുക്കുകളും റെക്കോർഡുകളും സൂക്ഷിക്കുന്ന കാലയളവ് സംബന്ധിച്ച്
ചട്ടങ്ങൾ രൂപകൽപ്പന ചെയ്യുവാൻ കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുണ്ട്. വകുപ്പ് 45 പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ബാങ്കിംഗ് ഇടപാടുകാരുടെ അപേക്ഷയ്ക്കനുസരിച്ച് കാലാവധിക്ക് മുൻപേ ബാങ്കിനെ ഏൽപ്പിച്ചിട്ടുള്ള കരാർ പത്രങ്ങൾ, പ്രമാണങ്ങൾ, കോപ്പികൾ കൈവശം സൂക്ഷിച്ചുകൊണ്ട് ഇടപാടുകാരന് തിരികെ നൽകാം. വകുപ്പ് 45 നിക്ഷേപകന് തന്റെ മരണശേഷം തുക കൈപ്പറ്റുവാൻ നോമിനിയെ നിയോഗിക്കാം. വകുപ്പ് 45 സുരക്ഷിത സൂക്ഷിപ്പിനായി ബാങ്കറെ ഏൽപ്പിച്ചിട്ടുള്ള വസ്തുവകകൾ നിക്ഷേപകന്റെ മരണശേഷം നോമിനിക്ക് കൈമാറാം. 45 ZC പ്രകാരം നിക്ഷേപകർക്ക് നോമിനിയെ നിയോഗിക്കാനും മരണശേഷം തുക വസ്തുക്കൾ നോമിനിക്ക് കൈമാറാനും വ്യവസ്ഥയുണ്ട്. വകുപ്പ് 46 തെറ്റായ വിവരങ്ങൾ നൽകുക. അക്കൗണ്ടുകളും റിട്ടേണുകളും സമർപ്പിക്കുന്നതിൽ സമയക്രമം പാലിക്കാതിരിക്കുക, നിബന്ധനകൾക്ക് വിരുദ്ധമായി നിക്ഷേപങ്ങൾ സമാഹരിക്കുക, നിയമങ്ങൾ, ചട്ടങ്ങൾ, ഉത്തരവുകൾ എന്നിവ ലംഘിച്ച് പ്രവർത്തിക്കുക മുതലായ സാഹചര്യങ്ങളിൽ സഹകരണ ബാങ്കുകൾക്കുമേൽ പിഴ ചുമത്തുന്നതിന് ഈ വകുപ്പ് പ്രകാരം റിസർവ് ബാങ്കിന് അധികാരം നൽകുന്നു. വകുപ്പ് 46 പ്രകാരം നിയമലംഘനങ്ങൾ നടത്തിയാൽ സഹകരണ ബാങ്കുകൾക്ക് മേൽ പിഴ ചുമത്താൻ RBIക്ക് അധികാരമുണ്ട്.